അനിയ അനിയ അനിയ, എന്താ സാറേ? നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാവോ? രാജി, നീ അകത്ത് പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്ന് കൊടുക്ക്. സാർ ഇങ്ങോട്ട് ഇരുന്നോളൂ, നിങ്ങൾ ഇരുന്നോളൂ. മോളെ, ഇത് കുടിച്ചോ. സാറേ, ഒരു നിമിഷം സാറേ. രാജി, നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടോ? ഒരു മിനിറ്റ് സാറേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആദ്യമേ കൈ കഴുകിക്കോ. സാറേ, ആരും തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇനി വയറ് നിറച്ച് കഴിച്ചോളൂ, ഒരു മടിയും വിചാരിക്കണ്ട. കഴിച്ചോളാം. എന്താ നിങ്ങൾ കഴിക്കാത്തെ? ഞങ്ങള് രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാ. വീട്ടിലാരും സമ്മതിച്ചില്ല. അതുകൊണ്ടാ ഇങ്ങനെ നാട് വിട്ട് പോരേണ്ടി വന്ന്. ഞാൻ കുറച്ച് കറിയും കൂടി ഇടട്ടെ. എന്നിട്ടെന്താ, ഹാപ്പി അല്ലേ ഇവിടെ? വളരെ സന്തോഷമായിട്ടിരിക്കുന്നു സാർ. കണ്ടില്ലേ സാറേ, ലവ് മാരേജാ. ഹാപ്പി ആയിട്ടിരിക്കാന്ന് പറയുന്നത് സാറ് കേട്ടില്ലേ? ഞാൻ പൊട്ടനാണോ? ഞാൻ കേട്ടു. നിങ്ങള് നന്നായി ഭക്ഷണം കഴിക്കേ. കറിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു കത്തിരിക്കാൻ വേണ്ടയ്ക്ക് മനുഷ്യന് വിശന്നിട്ട് വയ്യ. കഴിക്കാൻ നോക്ക്. ജാതി മതം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ എന്ന് മാത്രം ഹാപ്പിയാ നോക്കിയവര്. നോക്കിയാ സാറേ, ഇതിലും വലുത് എന്താ സാറേ വേണ്ടത്? ഇവരുടെ അച്ഛനമ്മമാരൊക്കെ ഇതൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് എന്തുമാത്രം ഹാപ്പി ആയനല്ലേ? സാറിന് എന്താ തോന്നുന്നത്? ഈ ഡ്രസ് ഇട്ടോ ചേട്ടൻ? അതെന്തിനാ മോളെ? നല്ല ഭക്ഷണം തന്നല്ലോ, അത് മതി. അല്ല, ഞാനിതെന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തതാ. ഇതിവിടെ വെറുതെ ഇരിക്കല്ലേ, നിങ്ങൾ എടുത്തോളൂ. വലിയ ആളുകളെ ഇങ്ങനെ കാണാൻ പറ്റാത്തോണ്ടാ. മടിക്കണ്ട, എടുത്തോളൂ. വാങ്ങിച്ചോളൂ. ഇത് വാങ്ങിച്ചോളൂ. മെയിൻ റോഡെത്തി. ഏതെങ്കിലും വണ്ടിക്ക് കഴിയാണിക്ക്. ഇതിൽ കൂടുതൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ആ സാറേ, സാറോട് പോയിരുന്നു, ഞാൻ വണ്ടി വിളിക്കും. അതാ ഒരു ട്രക്ക്. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തിയേട്ടാ. നിർത്ത്. ഹലോ, എങ്ങോട്ട് പോവാനോ? ഞങ്ങള് പോകുന്നിടത്തേക്ക് ചേട്ടന് വരാൻ പറ്റില്ല. ചേട്ടാ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇറക്കിയാ. ഒരു ചായയെങ്കിലും വാങ്ങിച്ചു തരുമോ? ചേട്ടൻ മേടിച്ച് തന്നാ ഞങ്ങൾ കുടിക്കും. ആ ശരി. നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയ വൃത്തികെട്ടവൻ ആരാ സാറേ? അനു, ആ, സന്ധ്യ ഒന്നും കണ്ടില്ലല്ലോ. ഇന്നും വന്നിട്ടില്ല. എന്താ വരാത്തെ? അതറിയില്ല. എല്ലാ ശാരി കാരണോ? അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആദ്യം അവളോട് നടന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറയണ്ടേ? അവൾക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാവില്ല. അതേടാ, സഞ്ജയ് അവളെ സീരിയസ് ആയിട്ട് പ്രേമിച്ചേ. അതുകൊണ്ടാ രാവിലെ എണീറ്റ് കോളേജിൽ പോലും വരായിരുന്നേ. അതേടാ. വാ പോവാ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. സന്ധ്യ എവിടെ ഉണ്ടോ? നീ ഒന്നും ഇങ്ങോട്ട് വന്നേ. ഇവളെന്താണ് ഇതുവരെ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കാത്തത്? എന്തായി? അവളെ പറ്റി വല്ല അറിഞ്ഞോ? അവളെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. വീട്ടിൽ അവളുടെ ഫോട്ടോസ് ഒക്കെ കിട്ടി. അവളുടെ അവസ്ഥ ഇപ്പോ വളരെ മോശം. നിങ്ങളുടെ പ്രേമം അവളുടെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞു. യെസ്, ഐ ലവ് ഹിം. ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂ. എന്താ പറഞ്ഞേ? നീ എന്താ വിചാരിച്ചേ? നമ്മുടെ ആളുകൾ എന്നെ കണ്ടിട്ട് കല്യാണം കഴിക്കാൻ പേടിച്ചിരിക്കുന്ന സമയത്ത് നീ ഈ വീട്ടിൽ നിന്ന് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നടക്കുന്ന അവൻ ആരാന്ന് പറയടി. അവനെ നിന്നെ വെട്ടി അരിഞ്ഞു കളയും ഞാൻ. ചേട്ടാ, ഇനി ഇവളീ പടി വിട്ട് പുറത്തു പോരുത്. ശരി ചേട്ടാ. ആരെങ്കിലും പുതിയ ആളുകൾ ഏരിയ വന്നാ ഒന്നുകളേക്കാം.
ചെയ്തോണ്ടിരിക്കുക. ഞാൻ പറയണ ആരും കേൾക്കണില്ല. കോളേജിൽ പോലും വിടുന്നില്ല. എന്നെ ഒരുപാട് തല്ലി. പ്രേമിച്ച തെറ്റാണോ ശിവ? ഒന്നുമില്ല സന്ധ്യ, നീ വിഷമിക്കുന്നെന്തിനാ? ഞാനില്ലേ എന്റെ ആൾക്കാർ നിന്നെ കൊല്ലും. പൊക്കോ, ശിവ. ശരി ശരി, ഞാൻ വിളിച്ചോളാം. പോയിട്ട് വരാം. ആ, ശരി. നീ അവനെ രക്ഷപ്പെടുത്തിയല്ലേ? അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. അതുകൊണ്ടാ ഞാൻ കാലത്ത് എഴുന്നേറ്റ് മൊബൈൽ നോക്കാതെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിന്നോട് പറഞ്ഞ്. നോക്ക് എന്തൊക്കെയാ പറ്റിയിരിക്കുന്നത്. എന്താടി സംഭവിച്ചേ? പുത്രനെ ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ. എന്റെ പൂജയ്ക്ക് ഫലം ഉണ്ടായി. അവൻ ഇത്രയ്ക്ക് അടി കിട്ടിയിട്ടും നിന്റെ പൂജയ്ക്ക് ഫലം കണ്ടു എന്നാണ് പറയണേ. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞ്. ഇവൻ ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്ന സമയത്തുണ്ടല്ലോ, ഒരു ചെറിയ ചെക്കൻ വട്ടം ചാടിയതാ. ആ കൊച്ചിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇവൻ വണ്ടി വെട്ടിച്ചപ്പോ മറിഞ്ഞു വീണതാ. ഇവൻ എന്റെ നല്ല മനസ്സാ കിട്ടിയിരിക്കുന്നത്. ഓ, അതാണോ പറഞ്ഞിരിക്കുന്നേ? എന്താ? ഞാനാണ് വലിയ നടന്ന് വിചാരിച്ച, പക്ഷെ ഇവൻ എന്നെക്കാട്ടും വലിയ നടനാണല്ലോ. എന്റെ മോനെ ഇങ്ങനെ കണ്ടിട്ട് അയാൾ എന്താ ഇങ്ങനെ പറഞ്ഞോണ്ട് പോകുന്നത്? അച്ഛനെ അമ്മയ്ക്ക് അറിയുന്നതല്ലേ. എടാ അളിയാ, അമ്മയുടെ കാര്യം കുഴപ്പമില്ല, പക്ഷെ അച്ഛൻ എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നളിയാ. എടാ വിളിക്ക, അച്ഛൻ വരുന്നു. ഒന്നുമില്ല അച്ഛാ, ചെറിയ പരിക്കുകളേ ഉള്ളൂ. ഒരു സാധാരണ ആക്സിഡന്റ്, വേറൊരു കുഴപ്പമില്ല അച്ഛാ. ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നവനാ. എല്ലാ നാട്ടിലും എന്നെ അറിയുന്നവരുണ്ട്. കാര്യം എനിക്ക് മനസ്സിലായി. സ്വന്തക്കാരിയെ പ്രണയിച്ച പോലും വെറുതെ വിടില്ലടാ റെഡി. അതും പോരാഞ്ഞ് നീ അയാളുടെ മകളെ തന്നെയാടാ പ്രണയിച്ചിരിക്കുന്നേ. അവൻ നിന്നെ വെറുതെ വിടില്ലടാ. അവർക്കെല്ലാം ജീവനേക്കാളും അഭിമാനമാടാ വലുത്. എടാ, നീ മറ്റൊരു മുനികൃഷ്ണ ആവരുതടാ. അയ്യോ എന്റെ അച്ഛാ, ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരുത്തനെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? മുനികൃഷ്ണ ആത്മഹത്യ ചെയ്തതല്ല മോനെ. പ്രതാപ് റെഡ്ഡിയുടെ ആൾക്കാര് തല്ലിക്കൊന്ന് ബോഡി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാ. പോലീസിൽ പോലും അത് ആത്മഹത്യയാന്ന് രേഖപ്പെടുത്തി. ഇതറിഞ്ഞിട്ട് പോലും ഞാൻ പ്രതികരിക്കാൻ പോയില്ല. എന്താണെന്നറിയോ? അയാളെയൊക്കെ എതിർത്ത് നിന്ന നമ്മുടെ ഈ ഗ്രാമം മുഴുവൻ അയാൾ നശിപ്പിച്ചു കളയുന്നറിയാവുന്നതുകൊണ്ട് കയ്യും കെട്ടി മിണ്ടാതിരിക്കുന്നേ. കാശുള്ളവന് ഒരു ന്യായം, ഇല്ലാത്തവന് മറ്റൊരു ന്യായം. നമ്മുടെ കാരണന്മാരുടെ കാലം മുതലേ ഈ പോരാട്ടം നടക്കുന്നതാ. പക്ഷെ ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ലടാ. പക്ഷെ നീ അടിപൊളിയാടാ. അവരുടെ നാട്ടിൽ പോയി, അവരുടെ വീട്ടിൽ പോയി ആ പെണ്ണിനെ നീ കണ്ടിട്ട് വന്നില്ലേ? നിന്റെ ധൈര്യത്തെ സമ്മതിച്ചടാ. എന്നാൽ ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടിയടാ? പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേക ഒരു ധൈര്യം വരും വെച്ചാ. ഇതേ ധൈര്യത്തിൽ അവരുടെ വീട്ടിൽ പോയി ആ പെണ്ണിനെ വിളിച്ചിട്ട് വേടാ. അതിനുശേഷം എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല അച്ഛാ. ഇനി ആരെതിരെ വന്നാലും എനിക്കൊന്നും നോക്കാനില്ല. ശിവ, ഒരു മനുഷ്യനെ മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അവൻ മാറണമെങ്കിൽ അവൻ അതുപോലൊരു അവസ്ഥയിൽ പോയി ചേരണം. ഒരു മനുഷ്യനെ കഷ്ടപ്പെടുത്തി ജയിക്കുന്നത് അത്ര നല്ല വിജയമൊന്നുമല്ലടാ. അവന്റെ മനസ്സ് മാറ്റണം. അതാടാ യഥാർത്ഥ വിജയം. അപ്പോ എല്ലാ പ്രശ്നത്തിനും ഒരു തീരുമാനവും. എങ്ങനെയെങ്കിലും സന്ധ്യയുടെ അച്ഛനടുത്ത് ഈ പ്രേമത്തിന്റെ കാര്യം പറയാനോടിയാ. അതെടാ, എങ്ങനെയെങ്കിലും അവളുടെ അച്ഛൻ്റെ അടുത്ത് കാര്യം അറിയിക്കാൻ നോക്ക്. അയാൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അതറിയോ? അവളുടെ അച്ഛൻ കാര്യം അറിഞ്ഞതിന് ശേഷം വേറെ കല്യാണം നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ വല്ല ഒളിച്ചോടാൻ നോക്ക്. എടാ, അതൊക്കെ ഇപ്പൊ എങ്ങനെ പറ്റുന്നത്? ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയാടാ. കാശ് എങ്ങനെ ഉണ്ടാക്കാന്നാ ഞാൻ ആലോചിക്കുന്നത്. എടാ, പ്രേമിക്കുമ്പോ ഇതൊന്നും ആരും ആലോചിക്കാറില്ല. കല്യാണം കഴിക്കേണ്ട പ്ലാൻ വരുമ്പോഴാ കുടുംബം, കുട്ടികള്, ഇതിനെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ വരുന്നത്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആടാ. നീ ഒന്ന് ഫീൽ ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. ഈ കാര്യം എങ്ങനെയെങ്കിലും സന്ധ്യനെ അറിയിക്കണോടാ. ഡാളിയാ, ഞാൻ ഒരു 10,000 അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു 10,000 ഇടാടാ. അതൊന്നും പോരടാ, മിനിമം 1 ലക്ഷമെങ്കിലും വേണം. ഇനിയിപ്പോ എന്ത് ചെയ്യും?